ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീൽ വേൾഡ് കപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നു. ക്വാർട്ടർ ഫൈനൽ പോലും കാണാതെ ബ്രസീൽ പുറത്തായിരിക്കുന്നു. നോർവേയോട് വിജയിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു ശാപം അവിടെ ഉണ്ടായിരുന്നു. ആ ശാപം വീണ്ടും തുടർന്നു. 1-2 ഗോളുകൾക്കാണ് ബ്രസീൽ നോർവേയോട് പരാജയപ്പെട്ടുകൊണ്ട് പുറത്ത് പോയിട്ടുള്ളത്. ഏർലിംഗ് ഹാലൻഡ് ഇരട്ട ഗോളുകൾ നേടുകയായിരുന്നു. ഹാലൻഡ് ബ്രസീലിനെ പുറത്താക്കി എന്ന് പറയുന്നതാകും ശരി. മോശം പ്രകടനമാണ് മത്സരത്തിൽ ബ്രസീൽ നടത്തിയിട്ടുള്ളത്. പലപ്പോഴും ഡിഫെൻസീവലി കളിക്കുകയാണ് ബ്രസീൽ ചെയ്തിട്ടുള്ളത്. ലഭിച്ച അവസരങ്ങൾ ബ്രസീൽ തുലച്ചു കളഞ്ഞു. ഒരു പെനാൽറ്റി ബ്രസീൽ തുലച്ചു കളഞ്ഞു. അങ്ങനെ സർവ്വതും പിഴക്കുകയായിരുന്നു. അങ്ങനെയാണ് ബ്രസീലിന് ഇപ്പോൾ പുറത്ത് പോവേണ്ടി വന്നിട്ടുള്ളത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ നോർവേ ഒരു ഗോൾ നേടിയിരുന്നു. പക്ഷേ അത് ഓഫ് സൈഡിൽ കലാശിച്ചു. പിന്നീട് 14-ാമത്തെ മിനിറ്റിൽ ബ്രസീലിന് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു. അത് വിനീഷ്യസ് ജൂനിയർ എടുക്കും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ബ്രൂണോ ഗിമറസ് അത് എടുക്കുകയായിരുന്നു. അത് അദ്ദേഹം പാഴാക്കി. നോർവേ ഗോൾ കീപ്പറായ നീലാൻഡ് അത് സേവ് ചെയ്യുകയായിരുന്നു. ആദ്യ പകുതിയിൽ ഗോളുകൾ ഒന്നും പിറന്നില്ല. രണ്ടാം പകുതിയിൽ ബ്രസീലിന് ഒരു സുവർണാവസരം ലഭിച്ചിരുന്നു. അതായത് എൻട്രിക്കിന് ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെയുള്ള ഒരു അവസരം ലഭിച്ചിരുന്നു. എൻട്രിക്ക് അത് പാഴാക്കി. അത് രണ്ടുമാണ് ഈ മത്സരത്തിൽ ബ്രസീലിന് തിരിച്ചടിയായത്. പെനാൽറ്റി പാഴാക്കി, ഒരു ഗോൾഡൻ ചാൻസ് പാഴാക്കി. അത് ബ്രസീലിന് തിരിച്ചടിയായി. പിന്നീട് 79-ാമത്തെ മിനിറ്റിലാണ് ഏർലിംഗ് ഹാലൻഡ് തന്റെ ആദ്യ ഗോൾ കണ്ടെത്തിയത്. ആൻഡ്രിയാസിന്റെ ഒരു കിഡിലൻ ക്രോസ് വരുന്നു. തകർപ്പൻ ഹെഡറിലൂടെ ഏർലിംഗ് ഹാലൻഡ് അത് ഗോളാക്കി മാറ്റി. ഗബ്രിയേലിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് 90-ാമത്തെ മിനിറ്റിൽ ഹാലൻഡ് രണ്ടാമത്തെ ഗോൾ നേടി. ആൻഡ്രിയാസിന്റെ ഒരു ക്രോസ് വരുന്നു. അത് പിടിച്ചെടുത്ത ഏർലിംഗ് ഹാലൻഡ് ബോക്സിന് തൊട്ട് വെളിയിൽ നിന്നും ഒരു നിലം പറ്റിയുള്ള ഷോട്ട് ഉതിർക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ ഗോളും ഏർലിംഗ് ഹാലൻഡ് സ്വന്തമാക്കി എന്നുള്ളതാണ്. അതോടുകൂടി ബ്രസീൽ തോൽവി ഉറപ്പിച്ചിരുന്നു. മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ബ്രസീലിന് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു. അത് നെയ്മർ ജൂനിയർ ഗോളാക്കി മാറ്റുകയും ചെയ്തു. പക്ഷെ അതൊന്നും തോൽവി ഒഴിവാക്കാൻ മതിയാകുമായിരുന്നില്ല. അങ്ങനെ അർഹിച്ച ഒരു തോൽവി തന്നെയാണ് ബ്രസീൽ ഇപ്പോൾ വഴങ്ങിയത് എന്ന് പറയേണ്ടി വരും. മത്സരത്തിൽ മോശം പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഇത്തവണത്തെ വേൾഡ് കപ്പിൽ നിന്നും ബ്രസീൽ ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.